എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസന്നകുമാർ. PK ക്ലാസ്സസിൻ്റെ അക്കൗണ്ടിംഗ് സബ്ജക്റ്റുകളെ പറ്റിയുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്കൗണ്ടിംഗ് ബേസിക്സിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം അറിയേണ്ടത് അക്കൗണ്ടൻസി, അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയാണ്. ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് വാട്ട് ഈസ് അക്കൗണ്ടിങ്, അതായത് എന്താണ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യവും അതിൻ്റെ പ്രാധാന്യവും എന്താണ്. അതുപോലെ തന്നെ അടുത്തതായി അറിയേണ്ടത് വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം വാട്ട് ഈസ് അക്കൗണ്ടിങ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് systematic recording of business transactions, preparation and reporting of financial information relating to an entity. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഇടപാടുകൾ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തതായി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിംഗ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യവും അതിൻ്റെ പ്രാധാന്യവും എന്താണ്. സാധാരണയായി ബിസിനസ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഏൺ പ്രോഫിറ്റ്, അതായത് ഒരു ബിസിനസ് നടത്തുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് തന്നെ എവരി ബിസിനസ് മസ്റ്റ് നോ ഇറ്റ്സ് കറക്റ്റ് പ്രോഫിറ്റ്. എല്ലാ ബിസിനസ്സും അതിൻ്റെ ശരിയായ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിളിലൂടെ വിശദമായി പറയാം. അതായത് മിസ്റ്റർ എ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതായി കരുതുക. മിസ്റ്റർ എ ബിസിനസ് നടത്തുന്നത് പ്രോഫിറ്റ്, അതായത് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ഇൻകം അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോഴാണ് ലാഭമുണ്ടാകുന്നത്. അത് മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ നഷ്ടമായിരിക്കും ഫലം. അതായത് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസുകൾ കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടുന്നത്. മിസ്റ്റർ എയുടെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ പറ്റി നോക്കാം. അദ്ദേഹം 1000 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങിച്ചു. അതിനുശേഷം അതേ സാധനം 1200 രൂപയ്ക്ക് അത് വിറ്റു. അപ്പോൾ എക്ക് 200 രൂപ ലാഭം കിട്ടി. സാധാരണയായി ഒരു ബിസിനസ്സിൽ ഇങ്ങനെയുള്ള പല ഇടപാടുകളും നടക്കും. അപ്പോൾ എല്ലാ ഇടപാടുകളും ബിസിനസ് നടത്തുന്ന ആളിൻ്റെ മനസ്സിൽ മാത്രം സൂക്ഷിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തുന്നതിന് മറ്റ് പല എക്സ്പെൻസുകളും വേണ്ടിവരും. ഉദാഹരണത്തിന് സ്റ്റാഫിന് സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയവ. അപ്പോൾ എല്ലാ ഇടപാടുകളെപ്പറ്റി ശരിയായി അറിയുന്നതിനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അറിയുന്നതിനും ബിസിനസ്സിൻ്റെ എല്ലാ ഇടപാടുകളും കൃത്യമായി എഴുതി സൂക്ഷിക്കേണ്ടതാകുന്നു. മാത്രമല്ല ബിസിനസ്സിൻ്റെ ടോട്ടൽ ട്രാൻസാക്ഷനെ പറ്റിയുള്ള വിവരങ്ങൾ മറ്റ് പല അതോറിറ്റീസിൻ്റെയും മുൻപാകെ സമർപ്പിക്കേണ്ടതാകുന്നു. അതായത് GST ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബാങ്കിനും മറ്റ് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതാകുന്നു. സോ അക്കൗണ്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക്കലി റെക്കോർഡഡ് ഇൻ എ ബുക്ക്. ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ എഴുതി സൂക്ഷിക്കുന്ന ബുക്കിനെ മൊത്തത്തിൽ പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്നാണ്. അക്കൗണ്ട് എന്നാൽ ആൻ അക്കൗണ്ട് ഈസ് എ പ്ലേസ് വെയർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, അതായത് ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സ്ഥലത്തെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം അടുത്തതായി അറിയേണ്ടത് അക്കൗണ്ടിംഗ് പ്രോസസ്സിനെ പറ്റിയാണ്. അക്കൗണ്ടിംഗ് പ്രോസസ്സിന് 2 ഘട്ടങ്ങളുണ്ട്. അതിനെ പ്രൈമറി സ്റ്റേജ് എന്നും സെക്കൻഡറി സ്റ്റേജ് എന്നും പറയുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി സ്റ്റേജിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആസ് പെർ റൂൾസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ അതിന് ആപ്ലിക്കബിളായ റൂൾസും പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡും അനുസരിച്ച് കലാപരമായും ശാസ്ത്രപരമായും എഴുതി സൂക്ഷിക്കുന്നതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നു. അക്കൗണ്ടിംഗ് പ്രോസസ്സിൻ്റെ പ്രൈമറി സ്റ്റേജിലാണ് ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ റെക്കോർഡിംഗ് സ്റ്റേജ് എന്നും പറയുന്നു. അക്കൗണ്ടിംഗ് പ്രോസസ്സിൻ്റെ സെക്കൻഡ് സ്റ്റേജിനെയാണ് സമ്മറൈസിംഗ് സ്റ്റേജ് ഓർ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്.
സമ്മറൈസിംഗ് സ്റ്റേജിൽ ആണ് ടോട്ടൽ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ കൺസോളിഡേറ്റഡ് റിപ്പോർട്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ശരിക്കും അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് ബുക്ക് കീപ്പിംഗ് കൂടി ചേർന്നതാണ്. അക്കൗണ്ടിംഗ് പ്രോസസ്സിൻ്റെ പ്രൈമറി സ്റ്റേജിനെ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്നും സെക്കൻഡറി സ്റ്റേജിനെ നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി സ്റ്റേജ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് സെക്കൻഡറി സ്റ്റേജ് ആരംഭിക്കുന്നത്. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാർട്ട്സ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അതുപോലെ തന്നെ ഓരോ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നതും. നമ്മുടെ രാജ്യത്ത് ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയുള്ള 12 മാസമാണ്. എന്നാൽ ഇത് മറ്റ് പല രാജ്യത്തും ജാനുവരി 1 മുതൽ 31 ഡിസംബർ വരെയുള്ള 12 മാസമാകുന്നു. അടുത്തതായി അറിയേണ്ടത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പ്രധാനമായും 5 ലക്ഷ്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിലാദ്യം സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യുക എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവിൽ 4 തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ ആണ് ഉള്ളത്. അതായത് എക്സ്പെൻസ് ട്രാൻസാക്ഷൻസ്, ഇൻകം ട്രാൻസാക്ഷൻസ്, അസറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസാക്ഷൻസ്. ഈ പറഞ്ഞ എല്ലാത്തരം ട്രാൻസാക്ഷൻസുകളും സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യുക എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അടുത്തതായി അസർട്ടൈൻമെൻറ്റ് ഓഫ് ബിസിനസ് റിസൾട്ട്. അതായത് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് കണക്കാക്കുക. ബിസിനസ് റിസൾട്ട് മേ ബി പ്രോഫിറ്റ് ഓർ ലോസ്. അത് ശരിയായി അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ബിസിനസ്സിന് ഉണ്ടായ ടോട്ടൽ എക്സ്പെൻസുകൾ കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഓർ ലോസ് അറിയാൻ പറ്റുന്നത്. മൂന്നാമതായി അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതായത് ഒരു ബിസിനസ്സിൻ്റെ ധനകാര്യസ്ഥിതി അറിയുക. അതിനുവേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇവിടെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ. ഒരു ബിസിനസ് നടത്തുന്നതിന് ക്യാഷ് ആവശ്യമാണ്. അതായത് ബിസിനസ് നടത്തുമ്പോൾ ഒരു ഫണ്ട് വേണം. ബിസിനസ്സിൻ്റെ മെയിൻ ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും 2 വ്യത്യസ്ത വ്യക്തികളാണ്. ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അതായത് ബിസിനസ് അതിൻ്റെ ഓണറിൽ നിന്നും ക്യാപിറ്റൽ കടമായി വാങ്ങുന്നു എന്നർത്ഥം. സോ ബിസിനസ് ഈസ് ലയബിൾ ടു ഇറ്റ്സ് ഓണർ ഫോർ ദിസ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ബിസിനസ് മറ്റ് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള കടങ്ങൾ വാങ്ങിച്ചേക്കാം. അപ്പോൾ ക്യാപിറ്റലും മറ്റ് ലയബിലിറ്റീസും കൂടി ചേർന്നാണ് ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് റെപ്രസെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്ടീസ്. സോ ബിസിനസ് ഈസ് ലയബിൾ ടു വേരിയസ് പാർട്ടീസ്. അതുപോലെ തന്നെ ബിസിനസ് കടമായി വാങ്ങിക്കുന്ന തുകകൾ ബിസിനസ് നടത്തുന്നതിനായി പലതരത്തിലുള്ള അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും ഉണ്ട്. ഫിക്സഡ് അസറ്റ്സുകൾ ഓർ ലോങ് ടൈം അസറ്റ്സുകൾ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ മെഷീനറി ഉണ്ട്, ഫർണിച്ചർ, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, വെഹിക്കിൾ, ഇതെല്ലാം തന്നെ ഫിക്സഡ് അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് കറണ്ട് അസറ്റ്സ് ആയ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് തുടങ്ങിയവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് റെപ്രസെൻറ്റ് സോഴ്സസ് ഓഫ് വേരിയസ് ഫണ്ട്സ് ആൻഡ് അസറ്റ് സൈഡ് റെപ്രസെൻറ്റ്സ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഫണ്ട്സ് ഇൻ വേരിയസ് അസറ്റ്സ്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സുകളും ലയബിലിറ്റീസുകളും കറക്റ്റായിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared to understand the correct financial position of a business. A balance sheet is a statement of assets and liabilities prepared to ascertain the correct financial position on a particular date. നാലാമതായി to assist management in decision making. അതായത് ബിസിനസ്സിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ആവശ്യമാണ്. ശരിയായ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിനും പുറമെ മറ്റ് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോർ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗൽ പർപ്പസ്, അതായത് നിയമപരമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ശരിയായ ബുക്സ് ഓഫ് അക്കൗണ്ട് എഴുതി സൂക്ഷിക്കേണ്ടതാകുന്നു. ഒരു ബിസിനസ് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെൻറ്റുകളും പല അതോറിറ്റീസിൻ്റെയും മുൻപാകെ സമർപ്പിക്കേണ്ടതാകുന്നു. ഫോർ എക്സാമ്പിൾ GST ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊവിഡൻറ്റ് ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ESI ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബാങ്കിനും മറ്റും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ആവശ്യമാണ്. ഇതുവരെ പറഞ്ഞത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകളെ പറ്റിയാണ്. അതായത് ഫൈനാൻഷ്യൽ ഇൻഫർമേഷനും ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ശരിയാകണമെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളും കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അക്കൗണ്ടിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ബിസിനസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളും കമൻറ്റായി ഇടുക. എല്ലാത്തിനും മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ബേസിക്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വരാനിരിക്കുന്ന വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.